ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ വർക്കല ശ്രീനാരായണ ഗുരു മഹാസമാധിയിൽ എത്തിയിരിക്കുന്നു. അവിടെ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് വർക്കല ശിവഗിരിയിൽ നിന്ന് ചേരുന്നു. അലക്സ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു ശിവഗിരിയിൽ എത്തിയിരിക്കുകയാണ്, അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. വിവരങ്ങൾ. ദിലീപ്, 12:40 രാഷ്ട്രപതി ദ്രൗപദി മുർമു വർക്കല ക്ലിഫിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. അവിടെ നിന്ന് റോഡ് മാർഗമാണ് ശിവഗിരിയിലേക്ക് എത്തിയത്. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധിയിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അതിനുശേഷം ശിവഗിരി തീർത്ഥാടന ഓഡിറ്റോറിയത്തിൽ ഈ മഹാസമാധിയുമായി ബന്ധപ്പെട്ട 3 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി സംസാരിക്കുകയും ചെയ്യും. ജനങ്ങൾ, ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവർ ഇവിടേക്ക് എത്തിയതാണ്. അവരുടെ വ്യക്തിപരമായ ID കാർഡുകളും അതൊപ്പം പാസുകളും ഒക്കെ മുഖേനയാണ് ഈ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. കർശനമായ സുരക്ഷാ ബന്ദോബസ്തിലാണ് ശിവഗിരി മേഖല ഒന്നാകെ. ഈ വന്ന വഴിയിൽ മുഴുവൻ ബാരിക്കേഡ് ഉപയോഗിച്ച് 2 വഴികളിലും ബാരിക്കേഡ് തീർത്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ, ഏതാണ്ട് 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷ തീർക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ പരിപാടിയുടെ, അതായത് ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം രാഷ്ട്രപതി ഇന്ന് ഉച്ചഭക്ഷണം മഠത്തിൽ ഇവിടെ നിന്ന് തന്നെ, ശിവഗിരിയിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കും. അതിനുശേഷം വിശ്രമത്തിന് ശേഷം ഏതാണ്ട് ഒരു 3:30 മണിയോടുകൂടി ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് പുറപ്പെടും. കോട്ടയത്താണ് അതിനുശേഷം ഇന്നത്തെ പരിപാടിയുള്ളത്. എന്താണ് ഈ പരിപാടി? അതായത് ഈ മഹാസമാധിയിലെ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കുന്നുണ്ട്. അവിടെ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി വി എൻ വാസവൻ, ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം ശിവഗിരി മഠത്തിലെ സന്യാസിമാരും, ഒപ്പം SNDP യോഗം ഭാരവാഹികളടക്കമുള്ളവർ രാഷ്ട്രപതിക്കൊപ്പമുണ്ട്. അല്പസമയത്തിനകം ഈ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും പൂർത്തിയാക്കി രാഷ്ട്രപതി ഇവിടേക്ക് എത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഓഡിറ്റോറിയത്തിലെ ഈ പരിപാടിയിലേക്ക് രാഷ്ട്രപതി എത്തിച്ചേരും. ഈ ആയിരക്കണക്കിന് ജനങ്ങൾ രാഷ്ട്രപതി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. 3 വർഷമാണ്, അതായത് 2028 ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി. വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ വർക്കല ശ്രീനാരായണ ഗുരു മഹാസമാധിയിൽ പ്രാർത്ഥനയിലും പുഷ്പാർച്ചനയിലുമൊക്കെ പങ്കെടുക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.